ഓക്കെ ഗൈസ്, നമ്മൾ പഠിച്ച സോൺസിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടൈപ്പ് ഓഫ് സോണും കൂടെ പഠിക്കണം. ഇൻസൈഡ് ബാർ സോൺസ്. ഓക്കെ, നമ്മൾ ഷോർട്ട് ആയിട്ട് IBs എന്നതിനെ വിളിക്കും, ഇൻസൈഡ് ബാറുകൾ. ഓക്കെ, ആദ്യം ഇൻസൈഡ് ബാർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം, എന്നിട്ട് നമുക്ക് ഈ സോണിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, സോ ഇൻസൈഡ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മളിപ്പോൾ ഒരു ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ ഇതൊരു ക്യാൻഡിലാണ്. ഓക്കെ ഓക്കെ ലെറ്റ്സ് സേ ഈ ക്യാൻഡിലിന്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാൻഡിലിന്റെ ഹൈ തൊട്ട് ആ ലോയ്ക്ക് ഇടയുള്ളതാണ് ക്യാൻഡിലിന്റെ റേഞ്ച് എന്ന് നമ്മൾ പറയുന്നത്. ക്യാൻഡിലിന്റെ ഹൈയും ലോയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ഇതാണ് ഈ ക്യാൻഡിലിന്റെ റേഞ്ച്. ഓക്കെ, പൊതുവെ നമുക്ക് ഒരു എന്താ പറയാ പ്രോഗ്രഷൻ ഉണ്ടാവാൻ പോലെ പ്രൈസ് മുകളിലൂടെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടാൻ പോകുന്നത് ഒന്നില്ലെങ്കിൽ ഹൈ ബ്രേക്ക് ആവും അല്ലെങ്കിൽ ലോ ബ്രേക്ക് ആവും. അതനുസരിച്ചായിരിക്കും ബുള്ളിഷ് ആവേ ബെയറിഷ് ആവേ ചെയ്യുന്നത് മാർക്കറ്റിൽ. ലെറ്റ്സ് ഇനി അടുത്തൊരു ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിൽ എന്തായിരിക്കും അത് ചെയ്യുക? ഓപ്പൺ ചെയ്യും, നമ്മൾ ആ ഹൈ ബ്രേക്ക് ചെയ്യും. റൈറ്റ്, സോ ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും. അതുപോലെ ബെയറിഷ് ക്യാൻഡിലാണെങ്കിൽ ഓപ്പൺ ആവും, സോ ഓപ്പൺ ആയി ലോ ബ്രേക്ക് ചെയ്ത് എന്ത് പറ്റും? നമുക്കൊരു ബെയറിഷ് ക്യാൻഡിലായിരിക്കും കിട്ടുക. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും പ്രൈസിന്റെ ഡെലിവറി കണ്ടിന്യൂഷൻ നടക്കുക. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചില സമയം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻഡിലിന്റെ റേഞ്ചിന്റെ അകത്ത് തന്നെ അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആയിട്ട് ക്ലോസ് ആണ്. സോ ലെറ്റ്സ് സേ അടുത്ത ക്യാൻഡിൽ, ഓക്കെ, ബുള്ളിഷ് ആയിക്കോട്ടെ ബെയറിഷ് ആയിക്കോട്ടെ, ക്യാൻഡിൽ ഓപ്പൺ ആയി പക്ഷെ ക്ലോസ് ആയത് ആ റേഞ്ചിന്റെ അകത്താണെന്ന് വിചാരിച്ചു, ഇങ്ങനെയാണ് ക്ലോസ് ആയെന്ന് വിചാരിച്ചു. സോ ലിറ്ററലി എന്ത് പറ്റി? പ്രൈസ് ഈ റേഞ്ചിന്റെ അകത്താണ് എന്ത് ചെയ്തത്? ക്ലോസ് ചെയ്തത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ഈ അകത്തുള്ള ക്യാൻഡിൽ, അതായത് ഈ രണ്ടാമത് ഫോം ആയ ക്യാൻഡിലിനെ ഇൻസൈഡ് ബാർ എന്ന് വിളിക്കും. കാരണം എന്താണ്? നേരത്തെ ക്യാൻഡിലിന്റെ തൊട്ട് ലെഫ്റ്റിലുള്ള ക്യാൻഡിലിന്റെ ഹൈയുടെയും ലോയുടെയും അകത്താണ് ഈ ക്യാൻഡിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇൻസൈഡ് ബാർ എന്ന് വിളിക്കും. ഓക്കെ, സോ ഇൻസൈഡ് ബാർ എന്നുള്ള പേര് വന്നത് ആ ലോജിക്കിലാണ്. ഓക്കെ, ലെഫ്റ്റിലുള്ള ക്യാൻഡിലിന്റെ റേഞ്ചിന്റെ അകത്ത് തന്നെയാണ് അടുത്ത ക്യാൻഡിൽ ഉണ്ടായത്. ചില സമയത്ത് നമുക്കിങ്ങനെ ഒരെണ്ണമായിട്ട് കിട്ടാം, ചില സമയത്ത് മൾട്ടിപ്പിൾ കിട്ടാം. സപ്പോസ് ചില സമയത്ത് നമുക്ക് ഇൻസൈഡ് ബാറിന്റെ അകത്ത് തന്നെ വീണ്ടും ഇൻസൈഡ് ബാർ കിട്ടും. അങ്ങനെയൊക്കെ സിനാരിയോസ് വരും. പക്ഷേ ഇതെല്ലാം ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാൻഡിലിനെ അപേക്ഷിച്ച് നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ഇൻസൈഡ് ബാറാണ്. ഓക്കെ, ഇൻസൈഡ് ബാറിന്റെ ലോജിക്ക് ഇതാണ്. ഇനി ഇൻസൈഡ് ബാർ സോൺസ് ആവുന്ന രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ചാർട്ട് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 2 എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻസൈഡ് ബാർ ഉണ്ട്. ഇൻസൈഡ് ബാർ നമ്മൾ വെള്ള കളറിലാണ് ഇവർ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് നമ്മൾ ചാർട്ടിൽ കാണുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഇൻസൈഡ് ബാർ ആണ് അല്ലേ? ഈ കാണുന്ന ബുള്ളിഷ് ക്യാൻഡിലിന്റെ അകത്താണ് ഇൻസൈഡ് ബാർ ഉണ്ടായത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലേ? സോ നമ്മളെ എന്താ പറയാ ടൈപ്പ് 1 നോക്കിയ രീതിക്ക് തന്നെ ആയിരിക്കും ഇൻസൈഡ് ബാറിനെ നമ്മൾ നോക്കുക. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇൻസൈഡ് ബാറിന്റെ ഹൈ ആണോ ലോ ആണോ ബ്രേക്ക് ആവുന്നത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് സേ ഇൻസൈഡ് ബാർ ഉണ്ടായി, ഇൻസൈഡ് ബാർ ക്യാൻഡിലിന്റെ ഹൈ ആണ് ബ്രേക്ക് ആവുന്നെങ്കിൽ നമുക്ക് കിട്ടും ഇൻസൈഡ് ബാറിന്റെ ഡിമാൻഡ്. നമ്മൾ ലെഫ്റ്റിൽ കാണണമെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇൻസൈഡ് ബാറിന്റെ ഹൈ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ? തൊട്ടടുത്ത ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇൻസൈഡ് ബാറിന്റെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? ഡിമാൻഡ് കിട്ടി. നേരെ തിരിച്ച് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ സെയിം ക്യാൻഡിൽ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. ആകെ കൂടിയുള്ള വ്യത്യാസം എന്താണ് ഇപ്രാവശ്യം? ഇൻസൈഡ് ബാറിന്റെ ലോ ഒരു ബെയറിഷ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തല്ലേ? ബോഡി ബ്രേക്ക്. ഇൻസൈഡ് ബാറിന്റെ ലോ ഒരു ബെയറിഷ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ഒരു സപ്ലൈ സോൺ കിട്ടി, ഇൻസൈഡ് ബാറിന്റെ സപ്ലൈ സോൺ. ഓക്കെ, സോ എങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇൻസൈഡ് ബാർ ഉണ്ടായി. ഇൻസൈഡ് ബാർ എപ്പോഴാണ് ഉണ്ടായത്? ഈ ക്യാൻഡിലിന്റെ ലെഫ്റ്റുള്ള ക്യാൻഡിലിന്റെ അകത്ത് ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ആ ക്യാൻഡിൽ ഇൻസൈഡ് ബാർ ക്യാൻഡിലിന്റെ ഹൈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി ഡിമാൻഡ്. അതേസമയം ആ സെയിം ഇൻസൈഡ് ബാർ അതേ ക്യാൻഡിൽ കോമ്പിനേഷൻ, എന്നാൽ ഇൻസൈഡ് ബാറിന്റെ ലോ ആണ് ബ്രേക്ക് ചെയ്തത്, അതും ഒരു ബെയറിഷ് ക്യാൻഡിന്റെ ബോഡി കൊണ്ടെങ്കിൽ നമുക്ക് സപ്ലൈ സോൺ ആയിരിക്കും ലഭിക്കുക. സോ നമുക്ക് ചാർട്ടിൽ നോക്കാം. ചാർട്ടിലിന്റെ എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഈ ഇൻസൈഡ് ബാർ നിങ്ങൾക്ക് ആദ്യം കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കത്തില്ല. ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാം. ഓക്കെ, തന്നെ എടുക്കാം. പൊതുവെ നമ്മൾക്ക് ആ ഒരു കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ പാടായിരിക്കും. സോ നമ്മൾ നമ്മളൊരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യായിരിക്കും ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ പോവുക, ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക. ഈ സെർച്ച് ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഇൻസൈഡ് ബാർ V2. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻസൈഡ് ബാർ വെർഷൻ 2 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വരും.
എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ നിങ്ങളെ ചാർട്ടിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഇത് ചാർട്ടിൽ ആഡ് ചെയ്യുമ്പോൾ ഇത് ഫേവറേറ്റ് ആയിട്ടിടാൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചാർട്ടിൽ ആഡ് ആവും. ഓക്കെ, സോ ആഡ് ആവുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഇത് വരാം. ഇൻസൈഡ് ബാർ V2 എന്ന് പറഞ്ഞാൽ എഴുതി വരിക. ഇത് പല കളർ, ഇതിപ്പോൾ ഇത് കളർ ഞാൻ വൈറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ആയിരിക്കും വരിക. സോ ഇത് എന്താണ് കാണിക്കുക, ഈ ഇൻഡിക്കേറ്റർ നമ്മൾ ഇടുമ്പോൾ ഇതെനിക്ക് നമുക്ക് കാണിച്ചു തരാം ഇൻസൈഡ് ബാറുകളെയാണ് അല്ലേ. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കളറിൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് ഇൻസൈഡ് ബാർ ആണെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത് ഇൻസൈഡ് ബാർ ആയത്? തൊട്ട് മുന്നത്തെ ക്യാൻഡിലിന്റെ എന്താണ് ചെയ്തിട്ടുള്ള അകത്താണ് ഈ ക്യാൻഡിൽ ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അത് ഇൻസൈഡ് ബാർ ആണ് അല്ലെ. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, തൊട്ട് മുന്നത്തെ ലെഫ്റ്റിലുള്ള ക്യാൻഡിലിന്റെ ഹൈഡ് ആൻഡ് ലോഡ് അകത്താണ് ഈ ക്യാൻഡിൽ ഉണ്ടായത്. അതിന്റെ ബ്രേക്ക് നടന്നപ്പോൾ ഇത് കണ്ടത്, ഇത് ഇൻസൈഡ് ബാർ രീതിക്കുള്ള ഡിമാൻഡ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻസൈഡ് ബാറിന്റെ അകത്ത് ഇൻസൈഡ് ബാർ അല്ലേ. ആദ്യത്തെ ഇൻസൈഡ് ബാർ ഇതാണ്, അതെന്താണ് ഇതിന്റെ അകത്താണ് ഉണ്ടായിട്ടുള്ളത്. ഈ ക്യാൻഡിൽ അകത്താണ് ഈ ഇൻസൈഡ് ബാർ ഉള്ളത്. ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻസൈഡ് ബാർ ഒക്കെ വരും നമുക്ക്. ഓക്കെ, എനിവേസ് ഇൻസൈഡ് ബാർ നമ്മൾ സോണിന് വേണ്ടി എടുക്കും. ഞാൻ പേഴ്സണലി കളർ യൂസ് ചെയ്യുക വൈറ്റ് ആണ്, സോ ഐ വിൽ കീപ് ഇറ്റ് ആസ് വൈറ്റ്. സോ വൈറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, സോ വൈറ്റ് എനിക്കിടാം. ഇപ്പൊ എങ്ങനെയായിരിക്കും ഈ സോൺ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ ലെറ്റ്സ് സേ നമുക്ക് ഈ ഒരു ഡേറ്റ് എടുക്കാം. ഓക്കെ, സോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്കെ ലെറ്റ്സ് സേ നമ്മൾ പ്ലോട്ട് ചെയ്യണം അല്ലെ, മാർക്കപ്പ് ചെയ്യുമ്പോൾ. ഓക്കെ, സ്ട്രക്ചർ പോയിന്റ്സ് വരയ്ക്കാം. ഡെയിലിയുടെ സ്ട്രക്ചർ പോയിന്റ്സ് ഓക്കെ, ഡെയിലിയുടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ആദ്യം എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുക നമ്മൾ സ്ട്രക്ചറിനാണ്, അത് കഴിഞ്ഞിട്ടാണ് സോൺസിന്. സോ ആദ്യം സ്ട്രക്ചർ മാർക്കപ്പ് ചെയ്യുക. സ്ട്രക്ചറിന്റെ മാർക്കപ്പ് കഴിഞ്ഞു, നമുക്ക് ലോ ആയിട്ട് എടുക്കാം. നോ നമ്മൾ നമ്മൾ സോൺസ് നോക്കി തുടങ്ങും. ആദ്യം നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള സോൺ നോക്കാം, എക്സ്റ്റേണൽ എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, സോ ബ്രേക്ക്ഫാസ്റ്റ് സ്ട്രക്ചർ നമുക്ക് എവിടെയാണ് കിട്ടിയത്, ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത്. തിരിച്ചു പോവാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻസൈഡ് ബാർ ഉണ്ട്, കാണുന്നുണ്ട് നിങ്ങൾ. നമ്മൾ റിവേഴ്സ് പോകുമ്പോൾ അല്ലെ, നേരത്തെ നമ്മളിത് മാർക്ക് ചെയ്തിട്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എന്ത് പറ്റി, ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇൻസൈഡ് ബാർ ഉണ്ട്. ഇൻസൈഡ് ബാർ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ഈ ക്യാൻഡിലിന്റെ അകത്താണ് ഈ ക്യാൻഡിൽ ഉള്ളത്. നമുക്ക് ഇൻഡിക്കേറ്റർ എന്ത് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് തരും. എപ്പോൾ ആ ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്യോ അവിടെ നമുക്ക് എന്ത് കിട്ടും, സപ്ലൈ കിട്ടും അല്ലെ. സോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ക്യാൻഡിലിന്റെ ലോ നമ്മൾ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഇൻസൈഡ് ബാറിന്റെ രീതിക്ക് ഡെയിലി ഒരു സപ്ലൈ കിട്ടി. സോ നമുക്ക് ഇതും ഒരു സോൺ ആയിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, അതേസമയം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സോൺ നമ്മളെ ടൈപ്പ് 2 ആയിട്ടുള്ള ഒരു സോണുമാണ് അല്ലെ, ഇൻബാലൻസ് സോണുമാണ്. പ്ലസ് അതും ഒരു ഇൻസൈഡ് ബാർ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ അകത്താണ് ഈ ക്യാൻഡിൽ ഉള്ളത്, അതൊരു ഇൻസൈഡ് ബാറിന്റെ രീതിക്കുള്ള സോണും കൂടിയാണ് അല്ലെ. മൾട്ടിപ്പിൾ ആയിട്ട് നമുക്കിങ്ങനെ മൾട്ടിപ്പിൾ സോണുകൾ ഒരു സോണായിട്ട് തന്നെ വരെയൊക്കെ ചെയ്യും, പക്ഷെ നിങ്ങളതൊന്നും കാര്യമാക്കണ്ട, എല്ലാം കറക്റ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, ആൻഡ് അഗെയിൻ ഇത് ഒരു ഇൻസൈഡ് ബാർ ആണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻസൈഡ് ബാർ ഉണ്ട്, ഇൻസൈഡ് ബാറിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇൻസൈഡ് ബാറുകളുണ്ട്, ഇൻസൈഡ് ബാറിന്റെ ലോ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസൈഡ് ബാറിന്റെ അകത്ത് തന്നെയാണ് രണ്ടാമത്തെ ഇൻസൈഡ് ബാർ. സോ ഇത് തന്നെ ഒരു സോണാണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ വിക്കും കൂടെ കണക്ക് കൂട്ടേണ്ടി വരും. ഓവറോൾ അതൊരു സോണാണ്, ആ വിക്ക് തന്നെ ഒരു സോണാണ്. നിങ്ങൾ ഓൾറെഡി നമ്മൾ പ്രീവിയസ്ലി മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഇൻസൈഡ് ബാർ സോണോട് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയും പ്രൈസ് റിയാക്ട് ചെയ്യും ആൻഡ് പ്രൈസ് ഫില്ല് ചെയ്തിട്ട് ഇറങ്ങാനുള്ള സാധ്യത. നിങ്ങളിപ്പോൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സെൽ ഓർഡേഴ്സ് ഫില്ല് ചെയ്ത ആ ഇൻസൈഡ് ബാർ സോണിന്റെ ഓപ്പണിംഗ് എന്നാണ് അല്ലെ, ഓപ്പണിംഗ് എന്നാണ് നമുക്ക് ആ റിയാക്ഷൻ കിട്ടിയതും പ്രൈസ് താഴോട്ട് ഡെലിവർ ആയതും അതിന് ശേഷമാണ്. ഓക്കെ, സോ നമുക്ക് ഇൻസൈഡ് ബാർ സോണുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ചാർട്ടിൽ പോവുക, ഡസൻ മാറ്റർ ഏത് ടൈം ഫ്രെയിമിലാണ് നിങ്ങൾ നോക്കണം എന്നുള്ള പ്രശ്നമേ അല്ല. നിങ്ങൾ ഒരു ടൈം ഫ്രെയിം എടുക്കുക, ലെറ്റ്സ് സേ 50 മിനിറ്റ്സ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം സ്ട്രക്ചറിന്റെ കൂടെ തന്നെ ഈ സോണുകൾ മാർക്ക് ചെയ്യാൻ പഠിക്കണം. നമ്മളൊരു വാക്ക് ത്രൂ എന്തായാലും എടുക്കും. ആ വാക്ക് ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോ അത് തന്നെ ആയിരിക്കും, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കിപ്പോവാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ നോക്കാം, ഇൻസൈഡ് ബാർ സോണുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 50 മിനിറ്റ്സ് നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് സിസ്റ്റർ അല്ലേ, ഈ ബ്രേക്ക്ഫാസ്റ്റ് സിസ്റ്റർ നിങ്ങൾ മാർക്ക് ചെയ്യാം. 50 മിനിറ്റ്സിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സിസ്റ്റർ ആണ്. ഓക്കെ, സ്ട്രക്ചർ പോയിന്റ്സ് വരയ്ക്കാൻ പറ്റുമെങ്കിൽ സ്ട്രക്ചർ പോയിന്റ്സ് വരയ്ക്കാം. ഓക്കെ, നമുക്കതാകുമ്പോൾ തെറ്റത്തില്ല. ഓൾറൈറ്റ്, സോ സ്ട്രക്ചർ പോയിന്റ്സ് വരയ്ക്കാം. ഇതാണ് ഇപ്പോഴത്തെ ലോ. ദെൻ നോക്കുക, നിങ്ങൾക്ക് സോൺ കാണാൻ പറ്റുന്നുണ്ടോ. സോ ബ്രേക്ക്ഫാസ്റ്റ് സിസ്റ്റർ ആദ്യം ഇന്റേണൽ ആയിട്ടുള്ള നോക്കുക. ഇന്റേണൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് സിസ്റ്റർ കിട്ടിയ ഇത് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻസൈഡ് ബാർ ഇവിടെ ഓൾറെഡി കാണാം. സോ ഇതെന്താണ്, എക്സ്ക്യൂസ് മീ, ഇത് ഓൾറെഡി ഒരു സോൺ ആണ് അല്ലേ. അഗെയിൻ തിരിച്ചു പോവാം, ഇംബാലൻസ് ഉള്ള എന്തെങ്കിലും സോൺ ഉണ്ടോ, വേറെ എന്തെങ്കിലും സോൺ കാണുന്നുണ്ടോ, എല്ലാം നോക്കുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇംബാലൻസ് ഉള്ള വേറെ ഒന്നും കാണുന്നില്ല. അടുത്ത ഇൻസൈഡ് ബാർ, അപ്പൊ ഇൻസൈഡ് ബാറുള്ള അടുത്ത സോൺ നമുക്ക് കിട്ടി, ഇത് തന്നെ ഒരു സോണാണ് അല്ലെ. അഗെയിൻ വിക്ക് സോൺ നമുക്ക് കാണാം, ഇതൊരു വിക്ക് സോൺ ആണ്, അത് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഓൾസോ
മുകളിൽ ഒരു വിഗ് സോൺ ഉണ്ട്. ഈ വിഗ് സോണിന്റെ 50% മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കത്തില്ല. കാരണം ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 50% മിറ്റിഗേറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെടുക്കാം, ആ സോൺ നമുക്ക് എടുക്കാൻ കഴിയും. ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കും നമ്മൾ മാർക്കപ്പ് ചെയ്ത് വരിക. സോ അഗൈൻ ലെറ്റ്സ് സീ. സോ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് പോവുക. ഓക്കെ, തൽക്കാലം നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഓൾറൈറ്റ്, നമ്മൾ എല്ലാ സോണും വരയ്ക്കുന്ന കാരണമായിട്ടാണ് ഒബ്വിയസ്ലി ഈ വിഗ് സോൺ നമുക്ക് 50% എടുക്കേണ്ടി വരും. കാരണം ഇതിൻ്റെ ഓപ്പൺ മിറ്റിഗേറ്റഡ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ സോണിൻ്റെ 50% എടുക്കേണ്ടി വരും. സോ നമുക്ക് ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഈ സോൺ എടുക്കുക. ഓക്കെ, ഓൾറൈറ്റ്. ബിക്കോസ് എന്തുകൊണ്ടാണ്, ബിക്കോസ് നമ്മൾ ഓപ്പൺ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 50%. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾ വരച്ച് പഠിക്കുക, ഇതിനെ വരയ്ക്കുക ഇങ്ങനെ ചാർട്ടിൽ പോയിട്ട്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഇതാണ്, സോൺസ് വരയ്ക്കാൻ നോക്കുക. മൾട്ടിപ്പിൾ നമ്മൾ പഠിച്ച എല്ലാ സോൺസും വരയ്ക്കാൻ നോക്കുക ചാർട്ടിൽ. ഓൾറൈറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കൊരു ചെറിയ വാക്ക് ത്രൂ ചെയ്യാം യൂറോ USDയുടെ ചാർട്ടിൽ. നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ മാത്രം സപ്ലൈ ഡിമാൻഡ് എങ്ങനെ പ്ലോട്ട് ചെയ്ത് പോകാന്നുള്ള കാര്യം ആദ്യം പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ ഓവറോൾ ഒരു ചാർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് മാർക്കപ്പ് ചെയ്ത് വെക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് പഠിക്കാം. Okay guys, so see you on the next video.